എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉം. ഈ ആഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫയൽ നമ്പർ 1 നമ്മൾ സെലക്ട് ചെയ്യണം. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തു. ഫയൽ നമ്പർ 3 ഈ ആഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമ്മള് ഈ 3 പയലിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു പയൽ സെലക്ട് ചെയ്യുക. പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവര് നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു മത്സര പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം വരും, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ചില ആൾക്കാർക്കൊക്കെ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു തർക്കങ്ങളും റിലേഷനിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം എന്താണെങ്കിലും ഫൈനൽ നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും അതിന്റെ വിജയം ഉറപ്പാണ്. പക്ഷെങ്കിലും ഒരു ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് നിങ്ങൾക്കുണ്ട്. അപ്പം ചെറിയ തർക്കങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരു തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ആഴ്ച നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരെ നമ്മൾ വെറുതെ ഇത് ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരെ നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില നെഗറ്റീവ് ന്യൂസ്, അപ്രതീക്ഷിതമായ ചില നെഗറ്റീവ് ന്യൂസുകൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കരുതിയിരിക്കുക എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം അത് നിങ്ങളുടെ തകർച്ചയല്ല, ആക്ച്വലി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കാത്ത എന്തോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പം അത് നിങ്ങളൊന്ന് കരുതിയിരിക്കുക, അതിനുവേണ്ടി നിങ്ങൾ കരുതിയിരിക്കുക. അത് പക്ഷെ നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ അതാണ് സൂചിപ്പിക്കുന്നത്. 3 സെലക്ട് ചെയ്തവരുടെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പം റിലേഷൻഷിപ്പ് ഇല്ലാത്തവർക്ക് പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ ഇപ്പൊ അവര് ഉള്ള റിലേഷൻ നല്ല ബോണ്ടിങ്, ഭയങ്കര ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു നല്ല നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു എന്ന് വേണം ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജനറലി നോക്കുമ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില ആശയങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പം ചിലപ്പം പുതിയ പുതിയ ഐഡിയാസ്, അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതൊക്കെ ഒരു ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ആശയങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകാം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം ആ ആശയം നല്ലതാണ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഫ്യൂച്ചറിനെ പറ്റി അല്ലെങ്കിൽ എന്തിനേലും പറ്റിയ ഒരു ആശയം തോന്നുന്നുണ്ടെങ്കിൽ ആ ആശയമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം, നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഇന്നർ മൈൻഡ് എന്ത് പറയുന്നോ അത് നിങ്ങൾ ചെയ്യാനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പിന്നെ എല്ലാവർക്കും നന്ദി. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ 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 നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.